രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പക്ഷേ അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസം, നബിമാരെ കുറിച്ചുള്ള വിശ്വാസം, അള്ളാന്റെ റസൂലിനെ കുറിച്ച് മുജാഹിദീങ്ങൾ എഴുതി വെച്ചത് എന്താണ്? മുത്തുനബിതങ്ങളുടെ നയനിലപാടുകളിൽ പിഴവ് സംഭവിച്ചു എന്നല്ലേ? നയനിലപാടുകളിൽ പിഴവ് സംഭവിച്ചു എന്നല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തില് മുജാഹിദിന്റെ ജിന്ന് വിഭാഗം മുജാഹിദ് അവര് പഠിപ്പിക്കുന്ന മദ്രസ പാഠപുസ്തകം 5ാം ക്ലാസ്, ആ 5ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിൽ അവർ എഴുതുകയാണ്, മദീന സന്ദർശനത്തിന്റെ ലക്ഷ്യം നബിയുടെ പള്ളി സന്ദർശനവും അവിടെയുള്ള നിസ്കാരവും മാത്രമാകണം. നബിയുടെ ഖബർ സന്ദർശിക്കുക എന്ന ലക്ഷ്യം വെച്ച് മദീന സന്ദർശനം നടത്തുന്നത് ബിദ്അത്തായി മാറുന്നതാണ്. ഓ എന്റെ ഉമ്മമാരെ, കുട്ടികളെ മുജാഹിദാക്കിയാൽ എന്താ കുഴപ്പം? കുട്ടികളെ സലഫി മദ്രസയിൽ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചാൽ എന്താ കുഴപ്പം? പിഞ്ചു കുട്ടികളെ ഇളം മനസ്സിലേക്ക് കുത്തിവെക്കുന്ന വിഷം കണ്ടോ? മദീനയിലേക്ക് പോകുന്നത് മദീനത്തെ മസ്ജിദുൻ നബവി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും അവിടെ മദീനയിലെ മുത്തുനബി തങ്ങളെ ഖബർ ലക്ഷ്യം വെക്കരുത്. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? മരണശേഷം എന്റെ ഖബർ സന്ദർശിക്കുന്നത്, എന്നെ വന്ന് സന്ദർശിക്കുന്നത് ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണ്. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. ഈമാനുള്ളവന്റെ ഖൽബ് മദീനയിലേക്ക് അഭയം പ്രാപിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, പാമ്പ് മാളത്തിലേക്ക് ഉൾവലിയുന്നത് പോലെ ഈമാനുള്ളവന്റെ ഖൽബ് മദീനയിലേക്ക് അഭയം പ്രാപിക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബറു ശരീഫ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മദീനയിലൊന്ന് വന്നാൽ അത് ബിദ്അത്താണെന്നല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാന്റെ ഹബീബ് വഫാത്തായതിനു ശേഷം മദീനയിൽ നിന്ന് ശാമിലേക്ക് പോയവരാണ് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അവര് ശാമിലല്ലേ താമസിച്ചിരുന്നത്. ഒരു ദിവസം അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാ. അള്ളാന്റെ റസൂല് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ നിൽക്കാൻ ബിലാൽ എന്നവർക്ക് കഴിയുന്നില്ല. മുത്തില്ലാത്ത മദീനയിൽ എങ്ങനെയാ നിൽക്കുക എന്ന് ചിന്തിച്ച് ശാമിലേക്ക് പോയവരെ കഴിയുകയാ. അള്ളാന്റെ റസൂല് സ്വപ്നത്തിലൂടെ ബിലാൽ എന്നവരോട് ചോദിക്കുന്നത്, മാ ഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ അമാ ആന ലക അൻ തസൂറനി. ബിലാലേ, എന്നെ സന്ദർശിക്കാൻ ഇനിയും സമയമായില്ലയോ? എന്തൊരു പിണക്കമാ ബിലാലേ, എന്തൊരു പിണക്കമാ ബിലാലേ, എന്റെ അടുത്ത് വരാൻ സമയമായില്ലയോ എന്ന് അള്ളാന്റെ റസൂല് ബിലാൽ എന്നവരോട് സ്വപ്നത്തിലൂടെ അവിടുന്ന് ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അതാ ഉടനെ തന്നെ മദീനയിലേക്ക് കുതിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കുതിച്ചെത്തുകയാണ്. അങ്ങനെ ഖബറു ശരീഫിന്റെ ചാരത്ത് വന്ന് മുത്തുനബി തങ്ങളുടെ ഖബറു ശരീഫിന്റെ മുകളിൽ മുഖം വെച്ച് കിടക്കുകയാ. മഹാനായ ബിലാൽ എന്നവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സങ്കടം പറയുകയാ, അവിടത്തോട് സലാം പറയുകയാ. അവിടുത്തെ മദീന നിവാസികൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, ബിലാലേ, അങ്ങ് മദീനയിലുള്ള കാലത്ത്, മുത്തുനബി തങ്ങളുള്ള കാലത്ത് അങ്ങയുടെ ബാങ്ക് എത്ര മനോഹരമായിരുന്നു. ആ ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട് ബിലാലേ. ആ ബാങ്കൊന്ന് ഞങ്ങൾക്ക് വേണ്ടി വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ ബിലാൽ മദീന നിവാസികളോട് പറയുന്നത്, എന്നെ കീർത്തിക്കല്ല, എന്നോട് പറയല്ല. എന്റെ മുത്തില്ലാത്ത മദീനയിൽ വെച്ചുകൊണ്ട് ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയില്ല. ദയവ് ചെയ്ത് എന്റെ അടുത്ത് പറയരുത്. അള്ളാന്റെ റസൂലിന്റെ പേരക്കിടാങ്ങൾ വന്നിട്ട് ബിലാൽ എന്നവരോട് പറയുകയാണ്, ബിലാലേ, വല്യപ്പയുള്ള കാലത്ത് കൊടുത്തിരുന്ന ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട്. മാനവറുകളെ, ഞങ്ങളുടെ അഭ്യർത്ഥന തട്ടിക്കളയരുത്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബാങ്ക് വിളിക്കണേ എന്ന് മുത്തുനബി തങ്ങളെ പേരക്കിടാങ്ങൾ പറഞ്ഞപ്പോ മറ്റുള്ളവര് പറയും പോലെയല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്തല്ലേ ബിലാൽ എന്നവരുടെ ഹൃദയത്തിലുള്ളത്. അവിടുത്തെ പേരമക്കൾ പറഞ്ഞപ്പോ നിരസിക്കാൻ തോന്നിയില്ല, തട്ടിക്കളയാൻ തോന്നിയില്ല. മഹാനായ ബിലാൽ എന്നവര് ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ വിതുമ്പിക്കരഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിക ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. മദീന നിവാസികൾ കരഞ്ഞത് അന്നത്തെ ദിവസം കരഞ്ഞത്ര മറ്റൊരു ദിവസം കരഞ്ഞിട്ടില്ല. സ്ത്രീകളും കുട്ടികളും കുടിലുകളിൽ നിന്ന് ഇറങ്ങി വന്നവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതും നിയോഗിക്കപ്പെട്ടോ എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ
പവിത്രമായ മദീന സന്ദർശിക്കുന്നത്, അവിടുത്തെ റൗള ശരീഫ് സന്ദർശിക്കുന്നത് ബിദ്അത്താണെന്ന് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ പുത്തനാശയക്കാരുടെ മദ്രസയെ കുറിച്ചുകൊണ്ടാണ് അരീക്കൽ മുഹമ്മദ് മുസ്ലിയാര് 1923 പാടിയത്. ആ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കരുത് എന്ന്. ആ മദ്രസ അപകടകരമാണ്, അതിലെ ആശയം നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ദീർഘവീക്ഷണത്തോട് 1923 അഹമ്മദ് മുസ്ലിയാർ പാടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട